പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ സമയത്തേക്ക് കർത്താവാണ് നമ്മളെ വിളിച്ചിരിക്കുക. ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവംബർ മാസത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാ ശുദ്ധികനാത്മാക്കളെയും, ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് അവിടേക്ക് നന്ദി പറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ, ശുദ്ധികനാത്മാക്കളുമായുള്ള വലിയ ബന്ധത്തിൽ, സഹനസഭയോടും വിജയസഭയോടും ചേർത്ത് ഈ സമരസഭയിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിജയം വരിച്ച വിജയസഭയോട് ചേർന്ന് സമരസഭയിലായിരിക്കുന്നു ഞങ്ങൾ. ഈ മാസം പ്രത്യേകമാവിധം കർത്താവെ സഭയിൽ വേദനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കുരിശുമരണ യോഗ്യതയാൽ, അവിടുത്തെ ദിവ്യകാരുണ്യ ശക്തിയാൽ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്തോടെ ഈ സമയമായിരിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നല്ലൊരു മരണത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാനും ഞങ്ങളെ അവിടുന്ന് പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ ജീവിക്കുവാൻ, സ്വർഗത്തിന് വേണ്ടി ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയ അഭിഷേകം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവർക്കും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാ ശുദ്ധികനാത്മാക്കളെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കാം. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകമായി, ശക്തിയായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ബലഹീനരായ ഞങ്ങളിലേക്ക്, ഒത്തിരിയേറെ പാവപ്പെട്ട ഞങ്ങളിലേക്ക്, നിസ്സഹായരായ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെന്ന് നിറയണമേ. വചനത്തെ ഞങ്ങളിൽ മാംസം ധരിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനം പങ്കുവെക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വചനം ഗ്രഹിക്കാൻ ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എളിമയോടും ദാഹത്തോടും കൂടെ അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പരിശുദ്ധാത്മാവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവം ദൈവമേ വരണേ, ഞങ്ങളിൽ നിറയണമേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ ഞങ്ങളെ വരണേ. ശക്തിപ്പെടുത്തണമേ. ആത്മാവം ദൈവമേ ബലപ്പെടുത്തണമേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, അന്ധകാരം മാറിപ്പോകട്ടെ, വസിക്കാൻ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവമേ വരണേ, അഭിഷേക ശക്തിയായി എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഞങ്ങളിൽ വസിക്കണമേ. ഒറ്റ വിളിയാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ
വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. അനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ദാഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ. അനുഭവം തരണേ, പരിശുദ്ധാത്മാവേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവം ദൈവമേ വരണേ, ഞങ്ങളിൽ നിറഞ്ഞ് എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിപ്പാൻ നിൻ കരം നീട്ടണേ. പരിശുദ്ധാത്മാവേ, പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ കരം നീട്ടണേ. രക്ഷിപ്പാൻ നിൻ കരം നീട്ടണേ. എല്ലാ മക്കളുടെ മേലും ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഞങ്ങളിൽ വസിക്കാൻ, ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ നിയന്ത്രിക്കണമേ, എന്റെ ഉള്ളിൽ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ഉണർത്തണമേ, ധൈര്യം നൽകണമേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. In the power of Jesus Christ, in the power of Jesus Christ, in the power of Jesus Christ, in the power of Jesus Christ. കരങ്ങളുയർത്തി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. Jesus Christ, The mighty power, in the power of the mighty Jesus power of Christ, Jesus. in the power of Jesus Christ, നിറയട്ടെ, നിറയട്ടെ, in the നിറയട്ടെ, blood of നിറയട്ടെ, Jesus Christ, നിറയട്ടെ. in the ശക്തി blood വ്യാപരിക്കട്ടെ. of Jesus The mighty power of the Christ, in name the of blood Jesus. of നിറയട്ടെ, Jesus നിറയട്ടെ. Christ, in the ഹല്ലേലൂയ. blood of മഹത്വം, Jesus മഹത്വം. Christ, ആരാധന, in the ആരാധന. blood of Jesus Christ, in the blood of Jesus Christ, Yes. in the blood of The mighty Jesus power of the word of Christ, in the God. blood of Jesus നിറയട്ടെ, Christ. നിറയട്ടെ, നിറയട്ടെ. ഒറ്റവിളിയാത്മാവേ, പരിശുദ്ധാത്മാവേ, വലിയ ശക്തി ഹല്ലേലൂയ, നിറയട്ടെ. ഹല്ലേലൂയ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, കെട്ടുകൾ പൊട്ടട്ടെ, ഹല്ലേലൂയ, ഹൃദയങ്ങൾ തുറക്കട്ടെ, ഹല്ലേലൂയ, എല്ലാ ബന്ധനങ്ങളും തകരട്ടെ. ഹല്ലേലൂയ, സാത്താന ശക്തികൾ ഹല്ലേലൂയ, നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, എല്ലാ തടസ്സങ്ങളും നീങ്ങി പോകട്ടെ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. in the power of Jesus The Christ, mighty power. in the power of Jesus Christ, ഈശോ, ശക്തി, ശക്തി. in the power of Jesus The Christ, mighty power. in the power of Jesus So- Christ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങളോട് കൂടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഉണ്ടായിരിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെ ഞങ്ങളെ പ്രത്യേകമാവിധം കാത്തു സംരക്ഷിക്കണമേ. വിശുദ്ധ അന്നാമയെ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥയെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരെ, മാലാഖമാരെ, വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. സ്വർഗത്തിൻ്റെ വലിയ അഭിഷേകത്തിൽ ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ശുദ്ധീകരണാത്മാക്കളെ ഏറ്റവും സ്നേഹത്തോടെ കർത്താവിൻ്റെ ഈ വലിയ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹായുടെ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചുവരയാൽ മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വീഴ്ച. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈ മണിക്കൂറിൽ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് ഹൃദയങ്ങൾ തുറന്ന് വലിയ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്കറിയാം, ഈ നവംബർ മാസം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധികൻ ആത്മാക്കളെ പ്രത്യേകം സ്മരിച്ച് നന്ദിയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ ആത്മാക്കൾ സ്വർഗപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ബലിയുടെ യോഗ്യതയിൽ നമ്മുടെ പ്രാശ്ചിത്തത്തിൻ്റെ, ഉപവാസത്തിൻ്റെ, ത്യാഗപ്രവൃത്തികളുടെ, ദാനധർമ്മങ്ങളുടെ ഒക്കെ ശക്തമായ പിൻബലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. എന്താണ്? സെമിത്തേരിയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്, ഇന്നു ഞാൻ നാളെ നീ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും ഈ മരിച്ച് കടന്നു പോയവരെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഒരു നല്ല മരണത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ ഒരുങ്ങണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് അച്ഛൻ പറയും, അത് മറ്റൊന്നുമല്ല, ഒരു നല്ല മരണമാണ്. ഇവിടെ എന്തെല്ലാം നേടിയാലും, കോടികൾ ആസ്തി ഉണ്ടാക്കിയാലും, എത്രമാത്രം വലിയ പേരെടുത്താലും, എത്ര വലിയ വീട് പണിതാലും, എത്ര വലിയ ജോലി കിട്ടിയാലും, എത്ര വലിയ PhDകൾ നേടിക്കൂട്ടിയാലും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു നല്ല മരണം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്ന, ശരിക്കും ചിന്തിക്കുന്ന ഓരോ മക്കളും മനസ്സിലാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് നല്ല മരണം. അതുകൊണ്ട് തന്നെ നല്ല മരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകമായ വിധത്തിൽ ഒരുങ്ങണം. ഇന്ന് സത്യം പറഞ്ഞ മരണം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരുമാതിരി പേടിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? മരണത്തെ ഒരു പേടി, ഒരു ഭയം, അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം സംസാരിക്കത്തില്ല. നമ്മുടെ വീടുകളിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ കാരണവന്മാർ പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും, ഒന്ന് മിണ്ടാണ്ടിരുന്നേ, വേണ്ടാത്ത കാര്യം, ഇതൊക്കെ എന്തിനാ പറയണേ? അങ്ങനെ നമ്മൾ തടസ്സപ്പെടുന്നു. അപ്പോൾ മരണത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ സംസാരിക്കാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മനസ്സ് വയ്ക്കാത്ത ഒരവസ്ഥയാണ് നമ്മുടെയൊക്കെ സ്വാഭാവികമായ അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചർച്ച ചെയ്താലും സംസാരിക്കാതിരുന്നാലും ഭയപ്പെട്ടാലും ഒരു കാര്യം ഉറപ്പ്. എന്താണ്? നമുക്കെന്താ ഉറപ്പുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കുമെന്നുള്ള ഒറ്റ കാര്യമാണ് നമുക്ക് ഉറപ്പുള്ളൂ. നാളെ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണുകയും അതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങുകയും അത് എങ്ങനെ നേരിടാമെന്ന് പഠിക്കുകയും ചെയ്യണം. പ്രഭാഷണ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാഷണ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനം. അവിടെ പറയാണ്, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിത അന്ത്യത്തെക്കുറിച്ച് ഓർക്കണം, അപ്പോൾ നീ പാപം ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാ, നീ നിൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഈ പ്രത്യേക ധ്യാനവും പ്രത്യേകമായ ചിന്തകളിലൊക്കെ കടന്നുപോയപ്പോൾ ഞാൻ പറയാണ്, സത്യം പറഞ്ഞാൽ നമ്മൾ മരണത്തെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലും സംസാരത്തിലുമൊക്കെ
പറയുകയും ചർച്ച ചെയ്യും ഒക്കെ വേണം. മരണത്തെക്കുറിച്ച് പറയണമെന്ന് ഓർക്കണം. നമുക്കറിയാം, വിശുദ്ധ ഡോൺ ബോസ്കോയുടെ കീഴിൽ അനേകം കൊച്ചുമക്കൾ, യുവമക്കളുണ്ടായിരുന്നു. ഈ മക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ മരണത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. എന്ന് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? മരണത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? ചെയ്യണം. അതെന്തിനാ? വചനം പറഞ്ഞില്ലേ, നീ ഓർത്താൽ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ, അതിനെക്കുറിച്ച് സംസാരിച്ചാൽ നീ പാപം ചെയ്യില്ല, വിശുദ്ധിയിൽ ജീവിക്കും, നന്മയിൽ ജീവിക്കും, അനുസരണത്തിൽ ജീവിക്കും. ഒരു തിന്മയ്ക്കോ ഒരു പാപത്തിനോ ഒരകൃത്യത്തിനോ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് ഈ ഡോൺ ബോസ്കോ മക്കളെ പ്രേരിപ്പിക്കുമായിരുന്നു, മക്കളെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അങ്ങനെ ഒരിക്കൽ ഈ കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയാണ്. അവർ പന്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു, ഈ കളിക്കിടയിൽ നീ മരിച്ചാൽ എന്തു ചെയ്യും? അങ്ങനെ ഓരോരുത്തർ മാറി മാറി ചോദ്യത്തിന് ഉത്തരം നൽകുക. ഒരാൾ പറഞ്ഞു, ഞാൻ ഓടി പള്ളിയിൽ പോകും, സക്രാരുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കും. ഈ സമയത്ത് മരിച്ചാൽ എന്താ പറഞ്ഞാൽ, ഈ സമയത്ത് മരിക്കാൻ പോവാ. ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഓടി മാതാവിൻ്റെ അടുത്തുനിന്ന് വട്ടം പിടിക്കും, അമ്മേനെ ആശ്രയിച്ച് അമ്മേനെ കെട്ടിപ്പിടിച്ച് മരിക്കും. ഞാൻ പള്ളിയിൽ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് ദിവ്യകാല സന്നിധിയിൽ മരിക്കും. അപ്പം ഡൊമിനിക് സാവിയെ പറഞ്ഞു, അവര് പന്ത് കളിച്ചുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും, കളിക്കിടയിൽ ഞാൻ വീണ് മരിച്ചാൽ ഞാൻ റെഡിയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഈ ഡൊമിനിക് സാവിയോ എപ്പോഴും ഒരുക്കമുള്ള മകനായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വിഷയമാണ് മരണം. ഈ മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ചില ആൾക്കാരൊക്കെ വിചാരം 70, 80, 90 വയസ്സായിട്ടൊക്കെ മരിക്കൊള്ളുന്ന. അതൊന്നല്ലല്ലോ പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യം. ഏത് പ്രായത്തിലും ഏതവസ്ഥയിലും മരിക്കാം. അതുകൊണ്ട് ഈ മരണത്തെ ആ രീതിയിൽ കണ്ട് എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1011 അവിടെ ഈ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1011 അവിടെ പറയുകയാണ്, മനുഷ്യനെ അവൻ്റെ മരണത്തിൽ ദൈവം തന്നിലേക്ക് വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യനെ ദൈവം തൻ്റെ മരണത്തിൽ തന്നിലേക്ക് വിളിക്കുന്നു. അതായത് മരണത്തിലൂടെ ഒരു ജീവിതം അവസാനിക്കുകയല്ല, പിന്നെയോ ദൈവം മരണത്തിലൂടെ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഈ കാറ്റഗിസം നമ്മൾ പഠിപ്പിക്കുകയാണ്, മരണം ഒരവസാനമല്ല, മരണം ഒരന്ത്യമല്ല, പിന്നെയോ മരണത്തിലൂടെ ദൈവമായ കർത്താവ് മനുഷ്യനെ ദൈവത്തിലേക്ക് വിളിക്കുന്നു. അതനുസരിച്ച് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം, പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം. അവിടെ പറയുകയാണ്, എൻ്റെ ആഗ്രഹം, എൻ്റെ ഇഷ്ടം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് മരണം, അദ്ദേഹം അനുഭവമുണ്ട്, ഞാൻ ജീവിക്കണോ മരിക്കണോ, ഇവ രണ്ടും തമ്മിൽ ഒരു ചിന്ത വരിക. ശരിക്കും ആലോചിച്ചിട്ട് ഈ പൗലോസ്ലീഹ പറയുക, എൻ്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവിക്കാനല്ല, പിന്നെയോ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് യഥാർത്ഥമായ ഒരു ദൈവ പൈതലിൻ്റെ ആഗ്രഹം. ഈ ലോകത്ത്
അധിക നാള് ജീവിക്കാനല്ല, പിന്നെയോ സ്വർഗത്തിൽ ജീവിക്കാനാ. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ തിരുവചനത്തില് ഈശോയുടെ മരണം സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോ മരിച്ചതുപോലെ നാമും മരിക്കണം. ഈശോ എങ്ങനെയാ മരിച്ചേ? പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്നിട്ട് പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ഈശോ ശിരസ് ചായ്ച്ച് കുരിശിൽ മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദൗത്യം പിതാവായ ദൈവം ഭരമേൽപ്പിച്ചിരുന്നു. ആ ദൗത്യം പൂർത്തിയാക്കി. മാനവരക്ഷ, പാപപരിഹാര ബലി, അത് പിതാവ് ആഗ്രഹിക്കുന്ന പോലെ ഇതാ ഈശോ പൂർത്തിയാക്കി. ഈശോ പറയാ, പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മയൊക്കെ കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. എഫെസോസ്കാരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. അതായത് നമ്മെക്കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടി ചില തീരുമാനങ്ങളുണ്ട്. അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനസ്സറിയണം. എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, നിൻ്റെ ജോലിയെക്കുറിച്ച്, നിൻ്റെ ബിസിനസ്സിനെക്കുറിച്ച്, നിൻ്റെ പഠനത്തെക്കുറിച്ച്, നിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നീ അറിയണം, ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മരണത്തിന് ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സ് അറിയത്തക്ക വിധം തമ്പുരാനോട് ചേർന്ന് ജീവിച്ച്, വചനമനുസരിച്ച്, കൽപ്പനകൾ പാലിച്ച്, ദൈവഹിതം അറിഞ്ഞ്, ദൈവത്തെ പ്രീതിപ്പെടുത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. മരിക്കാൻ പോണ സമയത്ത് ഇങ്ങനെ പറയാൻ പറ്റണം, പിതാവേ, എൻ്റെ ദൗത്യം, അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എന്നിട്ട് ആണത്തത്തോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശിരസ് ചായ്ച്ച് ഈശോ മരിച്ച കണക്കെ മരിക്കാൻ നമുക്ക് സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിന് സാധിക്കണമെങ്കിൽ നമ്മൾ മരണത്തിന് വേണ്ടി നന്നായിട്ട് ഒരുക്കണം. നമ്മെ തന്നെ ഒരുക്കണം, നമ്മൾ ഒരുങ്ങണം. ഞാൻ പറയും, ഈ ലോകത്തിൽ ഏത് പഠന വിഷയത്തെക്കാളും വലിയ പ്രാധാന്യമുള്ള പഠന വിഷയമാണ് നല്ല പോലെ മരിക്കാനുള്ള ഒരു കല, ഒരു ആർട്ട് പഠിക്കണം. PhD പഠിക്കും ആളുകൾ, എൻജിനീയറിംഗ് പഠിക്കും, ഡോക്ടറേറ്റ് പഠിക്കും, പല കാര്യങ്ങൾ പഠിക്കും. എന്നാൽ ഞാൻ പറയും, നല്ല പോലെ മരിക്കാനുള്ള ഒരു പഠനം, നല്ല മരണത്തിൽ അതൊരു വിഷയമാക്കിയെടുക്കണം. നല്ല മരണം ഒരു വിഷയമാക്കിയെടുക്കണം. അതിൽ നമ്മൾ ഡോക്ടറേറ്റ് അല്ല, എന്തുമാത്രം പഠിക്കാമോ അത്രമാത്രം പഠിച്ച് അതിനുവേണ്ടി ഒരുങ്ങി, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കണം. ഇത് നമ്മൾ ഈ പരീക്ഷ നമ്മൾ പാസ്സായേ പറ്റൂ. ഈ ഡിഗ്രി, ഈ PhD, ഏത് PhDയാ? നല്ല മരണം മരിക്കാനുള്ള പഠനം പഠിച്ച PhD നമ്മൾ കരസ്ഥമാക്കണം. ഇന്ന് എല്ലാ മനുഷ്യരും ഇത് മാറ്റിവെച്ചിട്ട് ജീവിക്കുകയാണ്. എല്ലാം പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു, എല്ലാം സമ്പാദിക്കുന്നു, അങ്ങനെ പലതും. ഇതിങ്ങനെ പറയാറുണ്ട്, എന്താണേലും ഇത് അഭിമുഖീകരിച്ചേ പറ്റൂ. ഉച്ച കഴിഞ്ഞ് പരീക്ഷയാ, രാവിലെ പഠിക്കേണ്ട സമയമാണ്, അതിനൊരുങ്ങേണ്ട സമയമാണ്. പക്ഷെ പരീക്ഷയെ പേടി ആയതുകൊണ്ട് പരീക്ഷാ സമയം വരെ കോമഡി ബോബനും മോളി വായിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പല മക്കളും അങ്ങനെയാണ്. മരണമുണ്ട്, മരിക്കും, പക്ഷെ അത് പേടിയാ. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് അതിലേക്ക് നോക്കാതെ, അതിനുവേണ്ടി ഒരുങ്ങാതെ കോമഡിയും ബോബനും മോളിയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, തട്ടിമുട്ടിയൊന്നും നമുക്ക് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ കാരണമുണ്ടല്ലോ, ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി ജീവിതത്തെ
നിർണയിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഓർത്തു നോക്കി, നമ്മുടെ ഭാവി ജീവിതം, നിത്യജീവിതം സ്വർഗത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നരകത്തിലേക്ക് നമ്മെ തള്ളിവിടുന്ന ഒരു വലിയ സംഭവ മരണത്തോടെ. നല്ല മരണം, അതായത് സ്വർഗത്തിന് വേണ്ടി, ശ്രദ്ധിച്ച മക്കളെ, സ്വർഗത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി ജീവിച്ച് അതിനുവേണ്ടി നല്ല മരണം വരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ അമ്മ ത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മ ത്രേസ്യ പറയാ, എനിക്ക് അങ്ങയെ കാണണം, അതിനായി ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവത്തോട് ചേർന്ന് വചനത്തില്, ദൈവബന്ധത്തില്, ആഴമായ ദൈവസ്നേഹത്തില് ജീവിച്ച അമ്മ ത്രേസ്യ പറയാ, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? എനിക്ക് ദൈവത്തെ കാണണം. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ദൈവത്തെ കാണാനുള്ള ആ ഒരു യോഗ്യതയിൽ, ആ ഒരു പരിശുദ്ധിയിൽ, ആ ഒരു ദൈവബന്ധത്തിൽ, ആ വചനാധിഷ്ഠിത ജീവിതത്തിൽ ഈ അമ്മ ത്രേസ്യ ജീവിച്ചു. അതുകൊണ്ട് അമ്മ ത്രേസ്യക്ക് പറയാൻ പറ്റുക, എനിക്ക് ദൈവത്തെ കാണണം. കൊച്ചു പുണ്യാളത്തിൽ പറയുന്നുണ്ട്, ഞാൻ മരിക്കുകയല്ല, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. മരിക്കാൻ പോണ സമയത്താണ് പറയണേ. ക്ഷയരോഗം ബാധിച്ച് ആകപ്പാടെ മരണത്തിന് വക്കലെന്ന പോലെ ആയിരിക്കുമ്പോൾ കൊച്ചു പറയാ, ഞാൻ മരിക്കാൻ പോവില്ല, ഞാൻ ജീവിക്കാൻ പോവുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ പുണ്യാത്മാക്കളുടെയൊക്കെ നല്ല മരണത്തിന് ഒരുങ്ങി എന്ന് പറഞ്ഞാൽ, മരണം ഒരവസാനമല്ല, പിന്നെയോ മരണത്തിലൂടെ ദൈവം തൻ്റെ മക്കളെ തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഒരുങ്ങിയ ദൈവമക്കൾ പറയുകയാണ്, മരിച്ച് അവസാനിക്കല്ല, പിന്നെയോ ജീവിക്കാൻ പോവുകയാണ്. അത്രമല്ല, ദൈവത്തെ കാണാൻ പോവാ. ഇവര് പേടിക്കേണ്ട കാര്യമുണ്ടോ? വിശുദ്ധ ഫിലിപ്പിനേരി ഭയങ്കരമായ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി എന്നും പരിശ്രമിച്ചിരുന്ന ഒരു മഹാവിശുദ്ധന. എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു കാര്യം, എല്ലാ ദിവസവും രാവിലെ ഫിലിപ്പിനേരി തൻ്റെ പ്രാർത്ഥനകളൊക്കെ അവസാനിപ്പിച്ച് കഴിയുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ പറയും, ഈശോയെ, ഫിലിപ്പിനെ കാത്തോളണം കേട്ടോ, അല്ലെങ്കിൽ ഫിലിപ്പ് അങ്ങയെ പറ്റിക്കും. ഇതാണ് ഫിലിപ്പിനേരി. തന്നെ വിശ്വസിക്കാതെ പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, ദൈവത്തിന് തന്നെ ഭരമേൽപ്പിച്ച് ജീവിച്ച ഫിലിപ്പിനേരി പറയുക, കർത്താവേ, എന്നെ കാത്തോളണം. ഈ ഫിലിപ്പിനേരി മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തെന്നറിയോ? അദ്ദേഹം പറയാണ്, ഏറ്റവും നല്ല രീതിയിൽ മരണത്തിന് ഒരുങ്ങാന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നിന്റെ അവസാനത്തെ ദിവസമാണെന്ന് കരുതി നീ ജീവിക്കണം. കേട്ടെ, എന്താ പറഞ്ഞേ? ഓരോ ദിവസവും നിന്റെ അവസാനത്തെ ദിവസമാ, ഇന്ന് നീ മരിക്കും. ആ ഒരു ചിന്തയിൽ ഓരോ ദിവസവും നീ ജീവിക്കണം. അപ്പം നീ എന്ത് ചെയ്യും? നല്ല ഒരുക്കത്തിൽ, നല്ല വിശുദ്ധിയിൽ, നല്ല പ്രാർത്ഥനയിൽ നമ്മൾ ജീവിക്കും. നമ്മൾ ഈ മരിച്ചവരുടെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ എന്നെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സ്വാധീനിച്ച ഒരു വലിയൊരു കാര്യമുണ്ട്. മൃതസംസ്കാര കർമ്മത്തിലെ പാട്ടും പ്രാർത്ഥനയും. എന്ത് മനോഹരമായ പ്രാർത്ഥനകളും പാട്ടുകളുമാ അല്ലേ? അത് നമ്മൾ പാടുന്നില്ലേ? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അർത്ഥമുള്ള പ്രാർത്ഥന. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിന്റെ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭയങ്കര അർത്ഥമല്ലേ മക്കളെ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ കൂടെ പോരും നമ്മുടെ ഓരോ പ്രവൃത്തികളും. അത് നമ്മെ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് അന്തിവിധി വരെ നമുക്ക് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കണ്ടു. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് പറയാ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അലസതപ്പെട്ട് മടി പിടിച്ച്
ഈ ജീവിക്കുന്ന സമയത്ത് നിരിക്കരുത്, ഒരുങ്ങണം. നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങണം, സൽകൃത്യങ്ങൾ ചെയ്യണം. വീണ്ടും നമ്മൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മളെ എടുക്കണ സമയത്ത് എൻ്റെ പാട്ട് പാടില്ലേ, ആ ഒരു ബോധ്യമുള്ളത് അങ്ങനെ പാടുന്നത്. എന്താണ്? വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. കണ്ടോ? വസതിയോട് വിട. ഈ വീടും ആ പറമ്പും ഈ മണ്ണും മുറികളും എല്ലാത്തിനും വിട പറയാ. എന്നിട്ട് വീണ്ടും പാടുന്നുണ്ട്, എടുത്തോണ്ട് പോവാ, നമ്മളെ ശവപ്പെട്ടിയിൽ എടുത്തോണ്ട് പോവാണ് നമ്മളെ. അപ്പൊ പാടാണ്, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ഉണ്ടോ? ഉറപ്പാ. എന്താണ് ഉറപ്പ്? പരിശുദ്ധന്മാര് പരമാനന്ദം നുകരുന്ന ഇടമാകുന്ന സ്വർഗത്തിലേക്കാ ഞാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു സത്യമായ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് വേണം. ഞാൻ വീണ്ടും ഓർക്കുക, നമ്മുടെ മൃതസംസ്കാര കർമ്മത്തിൽ നമ്മുടെ കുഴി വെഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ നവംബർ മാസത്തിൽ മൃതസംസ്കാര കർമ്മത്തിൻ്റെ പുസ്തകം കിട്ടുവാണെങ്കിൽ അതിലെ പ്രാർത്ഥനകളും അതിലെ പാട്ടുകളും അവിടുത്തെ കർമ്മങ്ങളൊക്കെ ഒന്ന് നോക്കിക്കണ്ട് ധ്യാനിക്കണം, നല്ലതാണ്. കാരണം നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടാനുള്ള ഒരു മൃതസംസ്കാര ശുശ്രൂഷയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബോധപൂർവം ഈ ശുശ്രൂഷയെ ഒന്ന് സ്വീകരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോഴൊക്കെ ധ്യാനങ്ങൾക്ക് നമ്മളെയൊക്കെ ഒന്ന് മരിപ്പിക്കണ ഒരു ശുശ്രൂഷ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ശുശ്രൂഷയിൽ ഈ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ പാടി നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന മൃതസംസ്കാര ശുശ്രൂഷ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒന്ന് സ്വന്തമാക്കിയെടുക്കുന്നതും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതുമൊക്കെ വളരെയേറെ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ കുഴി വെഞ്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ശവം കുഴിയുടെ വക്കത്ത് കൊണ്ടുവച്ചു, അതിനുശേഷം കുഴിയിലേക്ക് വയ്ക്കാൻ പോവാ. എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് ആ വയ്ക്കണേക്കാളും മുമ്പ് കുഴി വെഞ്ചിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞാൽ കുഴി വെഞ്ചിരിക്കുന്നത്, മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന്, നമ്മുടെ ശരീരത്തിന്. അപ്പം അതെങ്ങനെയായിരിക്കണം? എന്താണ്? മാമോദീസായാൽ മുദ്രിത. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ മരിക്കാൻ പോകുന്ന ഈ ശരീരത്തിനെ കുറിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓർക്കണം. എന്താണ്? മാമോദീസായാൽ മുദ്രിതമാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തൻ വിശുദ്ധ തൈലമെടുത്ത് എൻ്റെ നെറ്റിയിലും എൻ്റെ ചങ്കത്തും നിന്റെ നെറ്റിയിലും ചങ്കത്തും ഇങ്ങനെ പറഞ്ഞു പൂശും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ലേപനം ചെയ്യുന്നു. നെറ്റിയിൽ ചങ്കത്ത് കുരിശ്. അതിനുശേഷം അന്നാമ്പള്ളം എടുത്തിട്ട് പറയും, പിതാവിൻ്റെയും കുരിശിലെ മുദ്ര, പുത്രൻ്റെയും കുരിശിൻ്റെ മുദ്ര, പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശരീരം വിശുദ്ധ കുരിശിനാൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അപരിമേയമായ ശക്തിയും യോഗ്യതയും ഫലങ്ങളും നിറയപ്പെട്ട കുരിശിൻ്റെ മുദ്രയാൽ മുദ്രിതമാ. എൻ്റെ നെറ്റിത്തടം മുദ്രിതമാണ്, മായാത്ത മുദ്ര. ഇതാണ് എൻ്റെ ശരീരം. മാമോദീസായാൽ അതുകൊണ്ട് തന്നെ ഓർത്തേക്ക്, അത് ഓർത്താൽ തന്നെ നമ്മൾ ഈ ശരീരത്തെ ഒരു പാപത്തിനും വിട്ടുകൊടുക്കത്തില്ല. ഇത് കർത്താവിൻ്റെ കുരിശിനാൽ മുദ്ര ചെയ്യപ്പെട്ടതാണ്. വീണ്ടും പോരാ, പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമാണ്. എത്ര വട്ടം എന്നോർത്തേക്ക്, എത്ര വട്ടം ജീവിക്കുന്ന കർത്താവിൻ്റെ പിടയ്ക്കണ ശരീരവും രക്തവും ഭക്ഷിച്ച പാനം ചെയ്ത അലിഞ്ഞു ചേർന്ന അഴിഞ്ഞു ചേർന്ന ശരീരമാ എൻ്റെയും നിൻ്റെയും ശരീരം. പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമാണത്. ഇതൊക്കെ ഒന്ന് ഓർത്താ പിന്നെ മക്കളെ നമ്മളെങ്ങനെ ജീവിക്കും? ഇതിനെങ്ങനെ കൊണ്ടു നടക്കും? ഒരു പാപത്തിന് വിട്ടുകൊടുക്കോ? ഇങ്ങനെയാണ് നല്ല മരത്ത് ഒരുങ്ങണ്ടേ. അങ്ങനെ പരിപുഷ്ടമാണ്. പോരാ, വിശുദ്ധ തൈലത്താൽ അഭിഷിക്തം. തൈലലേപനം സ്വീകരിച്ചപ്പോൾ വിശുദ്ധ തൈലം കൊണ്ട് നമ്മളെ റൂസ്മാൻ ചെയ്തു. ഇനി നല്ല മരണത്തിന് മുമ്പ്
ദൈവം സഹായിച്ച് അന്ത്യകൂദാശ കിട്ടുമ്പോൾ നെറ്റിത്തടത്തിലും കണ്ണിലും കാതിലും അധരങ്ങളിലും കൈകളിലും കാലുകളിലുമൊക്കെ കർത്താവിൻ്റെ അഭിഷിക്തൻ തൈലം പൂശി ഈ ശരീരത്തെ വിശുദ്ധീകരിക്കും, അഭിഷിക്തമാക്കും. അങ്ങനെയാണ് ഈ ശരീരം ഇതാ ഈ ശവകുടീരത്തിങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം കൊള്ളേണ്ട ഈ കബറിടം ആശീർവദിക്കണമേ, പവിത്രീകരിക്കണമെന്ന് പറഞ്ഞ് ഈ ശരീരം അതിൽ വച്ച് മൂടി അടച്ചിട്ട് മുകളിൽ എഴുതി വയ്ക്കും RIP, റെസ്റ്റ് ഇൻ പീസ്. ശരീരം ഇപ്പം ഒന്ന് ഓർത്ത് വയ്ക്കേ, നമ്മളെങ്ങനെ മരണത്തിന് ഒരുക്കണം മക്കളെ, നമ്മളെങ്ങനെ ഒരുങ്ങണം? മാമോദീസായാൽ മുദ്രിതമായ ശരീരത്തിൻ്റെ പരിശുദ്ധി ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അന്ന് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഒരു വെള്ള വസ്ത്രം നമ്മുടെ പിഞ്ചു കരങ്ങളിൽ പിടിപ്പിച്ചുകൊണ്ട് കർത്താവിന് അഭിഷിക്തം പറഞ്ഞു, പരിശുദ്ധനായി ജീവിക്കുക, പരിശുദ്ധിയായി ജീവിക്കുക. ഈ വെള്ള വസ്ത്രത്തിൽ മലിനതയാക്കരുത്, കറ പിടിപ്പിക്കരുത്. മരണം വരെ, അതാണ് നമ്മുടെ ചാവറ പിതാവ് പറയുക, മരണം വരെ മാമോദീസായിൽ ലഭിച്ച ദൈവവരപ്രസാദം ഈ പരിശുദ്ധി നഷ്ടപ്പെടാതെ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒത്തിരി വിശുദ്ധാത്മാക്കൾ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുപോലെ ജീവിക്കണം. എന്തിനു വേണ്ടി? നല്ല മരണത്തിനു വേണ്ടി. കാരണം ഈ നല്ല മരണത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക. നമുക്കറിയാം, ഈ ലോകത്തിൽ സങ്കീർത്തനം 90:10 പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആയുസ് 70 വർഷമാണ്, ഏറിയാൽ 80. അക്കാലം അത്രയും കഷ്ടപ്പാടും ദുരിതമാണ്. അത് പെട്ടെന്ന് തീർന്ന് നമ്മൾ കടന്നു പോകും. ഇതൊരു കടന്നുപോക്ക. അപ്പം 70 അല്ലെങ്കിൽ 80 വർഷമാണ് വചനപ്രകാരം ജീവിതമുള്ളൂ. ഈ ജീവിതം കഴിഞ്ഞാലോ നിത്യമായൊരു ജീവിതമുണ്ട്, നിത്യമായ ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ തീരുമാനിക്കണം, നിശ്ചയിക്കണം. നമ്മുടെ ഈ ജീവിതം അനുസരിച്ചാണ് ഈ നൈമിഷികമായ 70 80 വർഷത്തെ ജീവിതത്തിനനുസരിച്ചാണ് നമുക്ക് സ്വർഗം അല്ലെങ്കിൽ നരകം ലഭിക്കുന്നത്. സ്വർഗത്തിൽ പോകേണ്ട മക്കളെ നോർത്തേക്ക്. അപ്പോൾ എങ്ങനെ ഈ ശരീരത്തെ കൊണ്ടു നടക്കണം? അതുപോലെ വിശുദ്ധിയിൽ, നൈർമല്യതയിൽ, പരിശുദ്ധിയിൽ, വെള്ള വസ്ത്രത്തിൻ്റെ ആ ഒരു വെണ്മയിൽ ഇതിനെ കൊണ്ടു നടക്കണം. അതുകൊണ്ട് നല്ല മരണത്തിന് വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. അച്ഛനൊരു കുറച്ച് പോയിന്റുകൾ നല്ല മരണത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ വന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കണം. ഒന്നാമത്തെ പോയിന്റ്, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക. എന്തിന്? ഒരു നല്ല മരണത്തിന്. ഈ ഇരിക്കണ ഇരിപ്പിൽ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്നൊരു പയ്യൻ, 42 വയസ്സുള്ളൂ, UK നല്ല ജോലിയാണ്, ഒരു കുഴപ്പമുണ്ടായില്ല. അവൻ രാവിലെ ജോലിക്ക് പോയി, ആ ജോലിയുടെ സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു, അവിടെ ഇരുന്നു, പതുക്കെ ചെരിഞ്ഞു, ആ സ്പോട്ടിൽ വെച്ച് അവൻ മരിച്ചു. പാവപ്പെട്ട പയ്യൻ, 2 മാസമായുള്ളൂ. ഇന്നലെ അവൻ്റെ ഭാര്യ വിളിച്ചു പറയാ, അച്ഛാ അവൻ്റെ വേർപാടിൻ്റെ ദുഃഖം, 2 മക്കളുണ്ട്, അവരുടെ വേദന. ഞാൻ പറഞ്ഞു, കുരിശോട് ചേർത്ത് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കി, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കി. അങ്ങനെ നമ്മൾ ആ മകളെ, ആ കുടുംബത്തിൽ നിന്ന് ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു, വരിക പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ, അവൻ കള്ളനെ പോലെ രാത്രിയുടെ 2-ാം യാമത്തിലോ 4-ാം യാമത്തിലോ എപ്പോൾ വേണേലും കടന്നു വരാം. കള്ളനെ പോലെ. കള്ളൻ വരുന്ന എപ്പോഴെന്നറിയോ? അതുകൊണ്ട് ഈശോ പറയാ, ഒരുക്കമുള്ളവരായിരിക്കുവേൻ. ഇന്ന് ഈ വചനം സെവിക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ രാത്രിയിൽ നീ കിടന്നുറങ്ങുമ്പോൾ നാളെ എഴുന്നേൽക്കുമെന്ന് എനിക്കോ നിനക്കോ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. ഞാനൊക്കെ ചിലപ്പോൾ ഉറങ്ങാൻ പോണേക്കാൻ മുമ്പ് ഈ ചിന്ത വരും. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ ബോധം കെട്ട് നമ്മുടെ ആരെങ്കിലും നമ്മുടെ കൺട്രോളിൽ ഉറങ്ങണ്ട. നമ്മുടെ സ്വന്തം കൺട്രോളിൽ ഉറങ്ങണ എത്ര പേരുണ്ട്? നമ്മളൊക്കെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ ഉറക്കത്തിലാണ് തട്ടിപ്പോയാലോ? അയ്യോ, തട്ടിയല്ല, മരിച്ചു പോയാലോ? നോർത്ത് നോക്കി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാനൊക്കെ ചില പാപാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ പോണേക്കാൻ മുമ്പ് ഞാനും പണ്ട് ഓർക്കുന്നുണ്ട്, 1-2 രാത്രി ഉറങ്ങാണ്ടിരുന്ന്. കാരണം എന്താണെന്നറിയോ? പാപാവസ്ഥയിലാണ്. ഈ രാത്രി ഇങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് ഉറങ്ങാണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ശരിക്കും
മരണത്തെക്കുറിച്ചും അനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരെ. അതാണ് ഫിലിപ്പിനേരി പറഞ്ഞ ഓരോ ദിവസവും നിൻ്റെ അവസാനത്തെ ദിനമെന്ന രീതിയിൽ നീ കരുതണം. അതിനനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ ഒരുങ്ങണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, പാപത്തിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം നമ്മെ നാശത്തിലേക്ക് നയിക്കും. പാപം നമ്മെ ഒത്തിരിയേറെ തകർച്ചയിലേക്ക് നയിക്കും. പാപം നമ്മെ മരണത്തിലേക്ക് നയിക്കും. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വചനത്തിൽ പറഞ്ഞുണ്ട്, പാപത്തിൻ്റെ വേദനം മരണമാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എപ്പോഴും നമ്മൾ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. പോരാ, ദൈവത്തോട് എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. ഈശോ അല്ലേ, ഈശോയോട് ചേർന്ന്. ഈശോ ജീവനാണ്, ഈശോ സത്യമാണ്, ഈശോ വഴിയാണ്. ഈശോ പറഞ്ഞില്ലേ, തായ്തണ്ടിനോട് ശാഖയെന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. തായ്തണ്ട് വിട്ടാൽ പിന്നെ ശാഖയ്ക്ക് സ്വയമേ അസ്തിത്വമില്ലല്ലോ മക്കളെ. അതുപോലെ നമ്മളെപ്പോഴും നല്ല മരണത്തിന് ഒരുക്കമുള്ള മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കുക. ഈശോ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും ജീവിക്കരുത്. ഈശോ പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈശോയിൽ ജീവിക്കുന്ന ഒരവസ്ഥയിൽ മരിച്ചോ? മരിക്കില്ല നമ്മൾ. കാരണം എന്താണ്? ഞാൻ ഈശോയിലാണ് നിൽക്കണേ. ഈശോ ആരാണ്? ജീവനാണ്. ഈശോയിൽ വസിക്കുന്ന, ഈശോയിൽ ജീവിക്കുന്ന, ഈശോയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ മരിച്ചാലും ജീവിക്കുന്ന. അപ്പം നല്ല മരണം, നശിക്കാത്ത മരണം, നിത്യനാശത്തിലേക്ക് പോകാതിരിക്കേണ്ട മരണമാണെങ്കിൽ അത് ചെയ്തത് എന്താണ്? പാപത്തെ ചേർത്ത് നിൽക്കുക. അതോടൊപ്പം തന്നെ ഈശോയോട് ചേർന്ന് ഈശോയിൽ ഒട്ടി നിൽക്കുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യാം. നമ്മുടെ സ്വാർത്ഥതയ്ക്കോ നമ്മുടെ സുഖത്തിനോ നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മഹത്വം. ഇപ്പം നീ ജോലി ചെയ്യാണോ? ദൈവത്തിൻ്റെ മഹത്വം. നീ കളിക്കാണോ? ദൈവത്തിൻ്റെ മഹത്വം. നീ പഠിക്കാണോ? ദൈവത്തിൻ്റെ മഹത്വം. നീ വചന പ്രസംഗിയാണോ? ദൈവത്തിൻ്റെ മഹത്വം. നീ ദാമ്പത്യ ജീവിതം ജീവിക്കാണോ? ദാമ്പത്യ ബന്ധം പുലർത്താണോ? ദൈവത്തിൻ്റെ മഹത്വം. നീ യാത്ര ചെയ്യാണോ? ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. അതുകൊണ്ടാണ് ഡൊമിനിക് സാവിയ പറഞ്ഞ്, ഞാൻ ഈ കളിക്കുന്നതൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ മരിക്കാൻ പോവുകയാണെങ്കിലും ഞാൻ കളിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതാക്കി മാറ്റുക. അതുകൊണ്ടാണ് കൊച്ചു പുണ്യാളത്തെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും, പുണ്യവതിയും അൽഫോൻസാമയും എബ്രാസ്യമയും എല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഈ വിശുദ്ധാത്മാക്കൾ ദൈവമഹത്വത്തെ പ്രതിയും ആത്മാക്കളുടെ രക്ഷയെ പ്രതിയും ചെയ്തു. അതുകൊണ്ട് അവർ എപ്പോഴും ഒരുക്കമുള്ളവരായിരുന്നു. ഇനി നാലാമതായിട്ട്, പാപത്തിലെങ്ങാനും വീണാൽ ഉടൻ തന്നെ എഴുന്നേറ്റേക്കണം. പിന്നെ അവിടെ കിടന്നേക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ബലഹീനരാണ്, വീണു പോയേക്കാം. ഇനി വീണെന്ന് പറഞ്ഞ് അവിടെ കിടന്നുരുളരുത്, ചാടി എഴുന്നേക്കണം. അതാണ് പറയുന്നത്, നാളെ നാളെ എന്ന് നീ നീട്ടിവയ്ക്കരുത്. നീ സൂര്യൻ അസ്തമിക്കണേക്കാനും മുമ്പ് പാപത്തിൽ നിന്ന് എഴുന്നേറ്റ് അനുതപിച്ച് കുമ്പസാരിച്ച് അനുരഞ്ജനപ്പെടേണ്ടവരോട് അനുരഞ്ജനപ്പെട്ട് എപ്പോഴും പ്രിയപ്പെട്ട മക്കളെ ഒരു നല്ല മരണത്തിന് ഒരുക്കമുള്ളവരായിരിക്കുക. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ നീ ഉറങ്ങാൻ കിടന്നാൽ നിനക്ക് യാതൊരു ഉറപ്പുമില്ല എഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് പാപത്തിൽ വീണാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുക. നമുക്കറിയാം, വിശുദ്ധാത്മാക്കളൊക്കെ ഇതിൽ വലിയ പ്രാധാന്യം കൊടുത്തവരാ. ഇപ്പോൾ വിൻസെൻ്റ് ഫെറർ അന്ത്യവിധിയുടെ മാലാഖ എന്നറിയപ്പെടുന്ന ശക്തനായ വിശുദ്ധനാണ്. മാനസാന്തരത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ശക്തമായിട്ട് പ്രഘോഷിച്ചുകൊണ്ട് അനേക മക്കളെ
കർത്താവിങ്കിലേക്കും മാനസാന്തരത്തിലേക്ക് നയിച്ച ശക്തനായ വിശുദ്ധനാണ് വിൻസെന്റ് ഫെറർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ, അനേകം മരിച്ചവരെ ഉയർപ്പിച്ചു. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിലോ പ്രഭാഷണങ്ങളിലോ അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇന്നത്തെയൊക്കെ കൺവെൻഷൻ പോലെയൊന്നുമല്ല, ഒരു അത്ഭുതം നടന്നാൽ പിന്നെ അത് വിളിച്ചുകൊണ്ട് പറച്ചിലാണ് അടുത്ത ധ്യാനങ്ങൾ മുഴുവൻ. അതൊന്നുമില്ല. മരിച്ചാൾ ഉയർത്തു, രോഗശാന്തി കിട്ടി, അത് ദൈവം പ്രവർത്തിച്ചു. അതല്ല അദ്ദേഹം പ്രഘോഷിച്ച്. അദ്ദേഹം മരണത്തെക്കുറിച്ച്, മാനസാന്തരപ്പെടേണ്ടതിനെക്കുറിച്ച്, നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശക്തമായിട്ട് വചനം പങ്കുവെച്ചു. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ 50, 60, 70, 100ഓളം ചില സമയത്ത് വൈദികരുണ്ടായിരുന്നു. എന്തെന്നറിയോ, അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം കേട്ട് കഴിയുമ്പോൾ സ്വർഗത്തിനു വേണ്ടി അനേക മക്കള് മാനസാന്തരപ്പെട്ട് പാപത്തെ വിട്ടുപേക്ഷിച്ച് കുമ്പസാരിക്കും. ഇതാണ് സുവിശേഷം. മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ചൈതന്യത്തില്, ദൈവരാജ്യത്തില് പ്രവേശിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മക്കളെ, മാനസാന്തരത്തിലേക്ക് നയിച്ച ശക്തനായ ഒരു ഡൊമിനിക്കൻ ഉയരം കുറഞ്ഞ ഒരു കൊച്ചു സന്യാസി വിൻസെന്റ് ഫെറർ. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എല്ലാ ദിവസവും, ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സങ്കടം വരിക, ഒരു കുറ്റബോധം വരിക. എന്തെന്നറിയോ, എല്ലാ ദിവസവും അദ്ദേഹം കുമ്പസാരിച്ചിരുന്നു. എവറി ഡേ ഹി മേഡ് ഹിസ് കൺഫെഷൻ. എവറി ഡേ, എല്ലാ ദിവസവും. ചില ദിവസം 2-3 പ്രാവശ്യം. കാരണം ഉണ്ടല്ലോ, ഞാൻ ഈ പാപാവസ്ഥയിൽ മരണപ്പെട്ട് നരകത്തിൽ പോകാൻ പാടില്ല, നശിക്കാൻ പാടില്ല. ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഇത്രമാത്രം സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, സത്യവചനത്തെക്കുറിച്ച് പ്രസംഗിച്ച ഈ മഹാവിശുദ്ധൻ എല്ലാ ദിവസവും കുമ്പസാരിച്ച് തൻ്റെ ജീവിതത്തെ നല്ല മരണത്തിനു വേണ്ടി എപ്പോഴും ഒരുക്കി ജീവിച്ച ഒരു മഹാവിശുദ്ധനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പാപത്തിൽ വീണാൽ ഉടൻ തന്നെ എഴുന്നേൽക്കണം. ഒരിക്കൽ പോലും അതിൽ വീണ് കിടക്കരുത്. ദൈവത്തിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ എന്ന് നീട്ടിവയ്ക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും സ്നേഹത്തിൽ ജീവിക്കുക. ഏറ്റവും വലിയ പുണ്യമാണ് സ്നേഹം. എന്താണ് സ്നേഹത്തിൻ്റെ 2 വശങ്ങൾ? ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളെപ്പോഴും ദൈവവുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തിൽ ജീവിക്കണം. ഞാൻ പറയും, ഈശോയുമായിട്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമായിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ആഴപ്പെട്ട ബന്ധം വേണം. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാം വചനത്തിൽ പറഞ്ഞുകൊണ്ട്, എൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, അപ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മിൽ വാസമുറപ്പിക്കും. ദൈവത്തെ നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടി കർത്താവിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിന് 1-ാം സ്ഥാനം. നമുക്കറിയാം 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് 1-ാം സ്ഥാനം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുക, ആരാധിക്കുക. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക. കർത്താവിൻ്റെ നാമം വെറുതെ പ്രയോഗിക്കരുത്. ദൈവത്തിന് ജീവിതത്തിൽ എപ്പോഴും 1-ാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാം. 2, എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നല്ല സ്നേഹത്തിലായിരിക്കുക. ആരോടും ഒരു വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം വയ്ക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട മക്കളെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ജീവിതാന്ത്യത്തെ ഓർക്കുമ്പോൾ, സ്വർഗത്തെ ഓർക്കുമ്പോൾ നമ്മെ ഈ ഒരു സ്നേഹത്തിലേക്ക് നയിക്കണം. ഭാര്യയോട് ക്ഷമിക്കുക, ഭർത്താവിനോട് ക്ഷമിച്ച് സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, വേദനിപ്പിച്ചവരെ സ്നേഹിക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരെയും സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, സ്നേഹത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുക.
സ്നേഹത്തിനു വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുക, സ്നേഹത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ആറാമത്തെ കാര്യം, മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നീ ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുത്തിയാൽ നിന്റെ നിരവധിയായ പാപങ്ങൾ അതിനാൽ തന്നെ ക്ഷമിക്കപ്പെട്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വലിയ ഒരു എളുപ്പവഴിയാണ്, നല്ല മരണത്തിന് വേണ്ടിയുള്ള നല്ല എളുപ്പവഴിയാണ് മറ്റുള്ളവരെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ഒരുക്കണം. അത് പല രീതികളിൽ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ വചന പ്രഘോഷണത്തിലൂടെ, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഷെയർ ചെയ്ത്, നല്ല മാതൃകയിലൂടെ, അല്ലെങ്കിൽ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. ഇപ്പോൾ കൊച്ചുരസ്യ പുണ്യാളത്തിയൊക്കെ ആത്മാക്കളെ രക്ഷിച്ചത് വചനം പ്രഘോഷിച്ചൊന്നുമല്ല. ആ മകൾ തൻ്റെ വേദനകൾ, തൻ്റെ സഹനങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കാഴ്ചവെച്ചു. അങ്ങനെ കാഴ്ചവെച്ചപ്പോൾ അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഇടയായി. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ മാതൃക കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ വചന പ്രഘോഷണം കൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അനേകം ആത്മാക്കളെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മൾ അതിനു വേണ്ടി ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? നല്ല ഒരു മരണത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട്, എപ്പോഴും നമ്മൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കണം. അപ്പം നമുക്ക് നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറ്റും. എന്താണ് ഈശോ പറഞ്ഞില്ലേ? പൗലോസ് ലേഖയിലൂടെ പറയുന്നുണ്ട്, കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യം. എന്താ മനസ്സിലായേ? ഇതുവരെ കണ്ണ് കാണാത്ത സൗന്ദര്യം, അതാ സ്വർഗം. ഇതുവരെ നീ എന്തെല്ലാം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ, ഇതുവരെ കാണാത്ത സൗന്ദര്യമാണ് സ്വർഗത്തിൻ്റെ സൗന്ദര്യം. ഓ എൻ്റെ ദൈവമേ, കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും. നിന്റെ കാത്, നമ്മുടെ കാതുകൾ പല കാര്യം കേട്ടിട്ടുണ്ടാകാം. നല്ല പാട്ടുകൾ, നല്ല സംഗീതം, നല്ല കാര്യങ്ങൾ, നല്ലതൊക്കെ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇതുവരെ കേൾക്കാത്ത വലിയ കാര്യങ്ങളാണ് സ്വർഗത്തിൽ. ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ, ഇതുവരെ നമ്മുടെ ഹൃദയം പലതും ആസ്വദിച്ചിട്ടുണ്ട്, എന്നാൽ ഒരിക്കൽ പോലും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്ത സ്വർഗ സൗഭാഗ്യം നമുക്ക് ലഭിക്കാൻ പോവാം. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആ സ്വർഗത്തെ കാണണം. അതാണ് ഈശോ പറഞ്ഞേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുമെന്ന് ഞാൻ പറയുമായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം. സ്വർഗം പിതാവിൻ്റെ ഭവനമാണ്. അത് കണ്ണ് കാണാത്തതാണ്, കാത് കേൾക്കാത്ത കാര്യങ്ങളുണ്ട്, ഹൃദയം ഇതുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത സന്തോഷം അവിടെയുണ്ട്. എന്നെ വേണമെങ്കിൽ നിന്നെടുക്കാം. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ 2 മണിക്കൂർ എടുക്കാം. ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ 2 മണിക്കൂർ, ആ മണിക്കൂറിനെ നീ ഓർക്കുക. അതിൻ്റെ ഇൻറ്റു ലക്ഷക്കണക്കിന് മടങ്ങ് സന്തോഷം ഈ സ്വർഗത്തിൽ ലഭിക്കും. സ്വർഗത്തിലെ സന്തോഷം അത് നമ്മളിങ്ങനെ ധ്യാനിക്കണം. എത്രയോ വലിയ ഇവിടെ എന്തെല്ലാം സന്തോഷം കിട്ടിയാലും നമുക്കറിയാലോ മക്കളെ, അതൊക്കെ തീരാത്ത സന്തോഷം, നിൽക്കാത്ത സന്തോഷം, അവസാനിക്കാത്ത സന്തോഷം, അതാണ് സ്വർഗ സന്തോഷം. അതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് ജീവിക്കാൻ വേണ്ടല്ലോ. അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ഈ ശരീരത്തെ, ഈ ജീവിതത്തെ സ്നേഹത്തിൽ, ക്ഷമയിൽ, വിശുദ്ധിയിൽ, കരുണയിൽ, ഒരു പാപത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾ കാത്തു സൂക്ഷിക്കും. നമ്മളെപ്പോഴും നല്ല മരണത്തിന് ഒരുക്കമുള്ള മക്കളായിരിക്കും. ഇനി അടുത്തതായിട്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കാര്യം ഈശോയോട് ഇടയ്ക്കിടയ്ക്ക് പറയണം. എന്തെന്നറിയോ? ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ സ്നേഹത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയണം. എനിക്ക് ഈ ഭൂമി മാത്രം അങ്ങയെ സ്നേഹിച്ചാൽ പോരാ, സ്വർഗത്തിലും അങ്ങയെ എനിക്ക് സ്നേഹിക്കണം. അത് ഈശോയോട് ഇങ്ങനെ പേഴ്സണലാണ്ട് പറയാം. അങ്ങനെ പറയുമ്പോൾ തന്നെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിൽ ഈശോയോടൊപ്പം ജീവിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ ആരാധിക്കുന്ന, ഈശോയെ കാണുന്ന, ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കത്തി നിൽക്കുന്ന ഒരു അഭിഷേകം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും? ഈ ലോകത്ത് തന്നെ ഈശോയെ സ്നേഹിക്കും, ഈശോയുടെ വചനമനുസരിക്കും, ഈശോയുടെ കൂടെ ജീവിക്കും, കൂദാശകൾ പരിക്രമം ചെയ്യും, കുർബാനയിൽ പങ്കെടുക്കും,
കുർബാന ഈശോയുടെ സ്വീകരിക്കും, ഈശോയോട് സംസാരിക്കും, ഇവിടെ ഈശോയെ നമ്മൾ സ്നേഹിക്കും. മാത്രമല്ല നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ സ്വർഗത്തിലും എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഓരോ സമയവും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കും? നല്ല മരണത്തിന് ഒരുക്കമുള്ള മക്കളായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, വലിയ കാര്യം മനസ്സിലാക്കുക. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ കുറേ കണ്ടു. നമ്മെ വിശുദ്ധീകരിക്കുന്ന സ്ഥലമാണ്. ഈ ഒരു ശുദ്ധീകരണം സഹനത്തിലൂടെയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചോദിച്ചു വാങ്ങണം, കർത്താവേ, ഈ ഭൂമിയിൽ വച്ചു തന്നെ എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണം. ഇത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമുക്ക് ഒന്നുകിൽ ഇവിടെ സഹിക്കണം, അല്ലെങ്കിൽ പിന്നീട് സഹിക്കണം. എന്തിനാ? ശുദ്ധീകരിക്കപ്പെടാൻ. ജന്മപാപം മുതൽ ഒത്തിരിയേറെ പാപങ്ങളും മാലിന്യങ്ങളും അശുദ്ധിയും നമ്മിലുണ്ട്. ഇത് ശുദ്ധീകരിക്കപ്പെടുന്നത് ഒന്നെങ്കിൽ ഇവിടെ വച്ച്, അല്ലെങ്കിൽ ഇതിന് ശേഷം ശുദ്ധീകരണ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ അനുഭവിക്കേണ്ട സഹനങ്ങൾ, ശുദ്ധീകരണ പ്രവൃത്തികൾ ഈ ലോകത്തിൽ വച്ച് എൻ്റെ സഹനത്തിലൂടെ പൂർത്തിയാക്കാൻ എനിക്ക് കൃപ തരണമേ. ഒന്നും കൂടി അച്ഛൻ വ്യക്തമാക്കി തരാം. അതായത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. ഈ സഹനങ്ങളെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ച കാഴ്ചവെക്കണം. മാത്രമല്ല, നമ്മൾ ചില സഹനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നിയോഗം വച്ച്, കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും എൻ്റെ വിശുദ്ധീകരണത്തിനും വേണ്ടിയും ഞാൻ ഈ സഹനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇനി കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ലേ? ഇല്ല മക്കളെ. എന്തുമാത്രം പാപം ചെയ്ത് കൂട്ടിയേക്കണേ. നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. പക്ഷെ പാപത്തിന് കാലിക ശിക്ഷയുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി. ഈ ശിക്ഷ നമുക്ക് അവകാശപ്പെട്ടതല്ലേ? ഉണ്ട്. അത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അതെങ്ങനെയാ? സഹനത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, എന്തുമാത്രം സഹനം വന്നാലും, വേദന വന്നാലും, ക്ലേശങ്ങൾ വന്നാലും, പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ചിന്തയോടുകൂടി ഒന്ന് സ്വീകരിച്ചു നോക്കി. എന്താണ്? എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ സഹനങ്ങൾ, ഈ തിരസ്കരണങ്ങൾ, ഈ കഷ്ടപ്പാടുകൾ, ഈ രോഗങ്ങൾ എൻ്റെ യേശുവേ, എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു, കുരിശോട് ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യമാണ് മറ്റുള്ള ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. അതുപോരാ, കഠിന പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി നമ്മുടെ സഹനങ്ങൾ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് സമർപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താണ്ടല്ലോ നമുക്കൊരിക്കലും പരാതി ഉണ്ടാവില്ല, നിരാശ ഉണ്ടാവത്തില്ല. ഭർത്താവ് വേദനിപ്പിക്കുമ്പോൾ, ഭാര്യ വേദനിപ്പിക്കുമ്പോൾ, കുടുംബത്തിലെ മക്കൾ വേദനിപ്പിക്കുമ്പോൾ എന്തുമാത്രം സഹനങ്ങളാണ് നമ്മൾ ശപിച്ചും പ്രാഗിയും വെറുത്ത് കളയണേ. ഒരു നല്ല മരണത്തിനൊരുങ്ങി സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന കുഞ്ഞാണ് നീയെങ്കിൽ സ്ട്രെയിറ്റായിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? എല്ലാ പ്രഭാഷകൻ 2:4-5 പറഞ്ഞുണ്ടല്ലോ, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിച്ചു കൊള്ളുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. സ്വർണം ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന് ചൂളയിലും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ സ്ട്രെയിറ്റായിട്ട് ശുദ്ധീകരണ സ്ഥലത്ത് നമുക്ക് പോകേണ്ടി വരാത്ത വിധം ഈ സഹനങ്ങളെ ഈ പറഞ്ഞ പോലെ സ്വീകരിച്ചാൽ നമുക്ക് നേരെ സ്ട്രെയിറ്റ് വേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരുങ്ങി നോക്കിക്കേ. ഇനിയുള്ള കാലത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പരാതിപ്പെട്ട് ശപിച്ച് പ്രാഗി വെറുത്ത് വിലപിക്കാതെ അതെൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, എൻ്റെ സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് നിൻ്റെ കുടുംബം, ജീവിതം ധന്യമാകും. മാത്രമല്ല, നേരിട്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാൻ കർത്താവ് കരുണയായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട, അതോടൊപ്പം തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും ജീവിത മാതൃകയും, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും, വിശുദ്ധരുടെ സഹായവും, മാലാഖമാരുടെ വലിയ സഹായവും മധ്യസ്ഥവും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, നല്ല മരണത്തിന് വേണ്ടി. കാരണം
നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും ദൈവം അനുയോജ്യമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. മാതാവുമായുള്ള വലിയ ബന്ധം, നമ്മുടെ കാവൽ മാലാഖ്യവുമായിട്ടുള്ള വലിയ ബന്ധം, പേരിന് കാരണഭൂതനായ വിശുദ്ധനുമായുള്ള വ്യക്തിപരമായ ബന്ധം, ഇടവക മധ്യസ്ഥമായുള്ള ബന്ധം, വിശുദ്ധ മിഖായേൽ ഗബ്രിയേൽ മാലാഖമാരുടെ ബന്ധം, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യൗസപിതാവിനോടുള്ള ബന്ധം, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥയായ അന്നാമ്മയോടുള്ള ബന്ധം, അങ്ങനെ സ്വർഗീയരോടുള്ള വലിയ ബന്ധത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ ഈ ഒരു ബന്ധത്തിലും ഈ തിരിച്ചറിവിലും സ്വർഗത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലായ്പ്പോഴും നല്ല മരണത്തിന് ഒരുക്കമുള്ള മക്കളായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയൊരു മേഖലയാണ്, ഈശോയെ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഞാൻ മരിക്കണക്കാൻ മുമ്പ് എനിക്കൊരു നല്ല മരണം അങ്ങ് തരണം. അതിനെന്താണ്? നല്ല പോലെ കുമ്പസാരിക്കാൻ, മരണത്തിന് മുമ്പ് നല്ല പോലെ കുമ്പസാരിച്ച് ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധീകരിച്ചിട്ട് കർത്താവെ മരിക്കാൻ എനിക്കൊരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കല്ലോ. പോരാ, അന്ത്യകൂദാശ ലഭിക്കണം, അനോയിന്റിങ് ഓഫ് ദ സിക്ക്. ഇനി ഇതിനെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത് രോഗീലേപനം. ചില ആൾക്കാരുടെ വിചാരം രോഗീലേപനം അല്ലെങ്കിൽ അന്ത്യകൂദാശ എന്ന് പറയുന്ന ഈ അനോയിന്റിങ് ഓഫ് ദ സിക്ക് അത് മരിക്കാറാകുമ്പോൾ കൊടുക്കേണ്ട ഒരു കൂദാശ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെയല്ല മക്കളെ. ഒരു രോഗാവസ്ഥയിൽ നമ്മൾ വരികയാണ്, അല്പം സീരിയസ് ആണെന്ന് ഓർത്തോ, ബോധമുള്ള സമയത്ത് തന്നെ അന്ത്യകൂദാശ കൊടുക്കുന്നതാണ് എപ്പോഴും ആത്മാവിന് നല്ലത്. ബോധപൂർവം നല്ല പോലെ ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതും കൂടി അങ്ങനെയൊക്കെ ഒന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നല്ല മരണം. എന്തായാലും ഇങ്ങനെയൊക്കെ ജീവിച്ചു, ഇനി അവസാനം ഏറ്റവും അടുത്ത ഒരുക്കമുണ്ടല്ലോ, ഇമ്മീഡിയറ്റ് ഒരുക്കം. അതിനുവേണ്ടി ഏറ്റവും അടുത്ത സമയത്ത് നല്ല പോലെ കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ അന്ത്യകൂദാശ, രോഗീലേപനം, അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തൈലാഭിഷേകം ചെയ്യപ്പെട്ടു. അങ്ങനെ നല്ല പോലെ മരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെ ഒരവസ്ഥ കിട്ടിയില്ലെങ്കിലും എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുക്കമുള്ളവരായിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു നല്ല മരണത്തിലൂടെ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാൻ നമുക്കിടയാകണം. ശുദ്ധീകരണാത്മാക്കൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ നവംബർ മാസത്തിൽ ഈ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവരിക്കേണ്ട വലിയൊരു മാതൃക അല്ലെങ്കിൽ ഒരു ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? നല്ല മരണത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഇന്ന് കർത്താവ് നൽകിയ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു നല്ല മരണത്തെ സ്വപ്നം കാണാം. സ്വപ്നം കണ്ട് വെറുതെ ഉറങ്ങിയിരിക്കരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരിയേറെയുണ്ട് മക്കളെ. ആത്മാർത്ഥമായിട്ട് സ്വർഗത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ ലോകം കണ്ട് ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവരായിട്ട് മക്കളെ നമ്മൾ മാറില്ലേ? ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, ലോകാരൂപിയുടെ പിന്നാലെ ഓടി നടക്കുന്നു, ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു, ഒത്തിരി പഠിക്കുന്നു, ഒത്തിരി യാത്ര ചെയ്യുന്നു, വിദേശത്ത് പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എവിടെ പോകേണ്ടവരാ? സ്വർഗത്തിൽ പോകേണ്ടവരാ. പണ്ട് ഒരു മകളുടെ ഭർത്താവ് മരിച്ചു അകാലത്തിൽ, 2 കുഞ്ഞു മക്കളുണ്ട്. ആ അവസ്ഥയിൽ ഈ മകളോട് വീണ്ടും കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഒരിക്കലും അതിനെ സമ്മതിച്ചില്ല. എൻ്റെ മക്കളെ വേണ്ട രീതിയിൽ ഞാൻ സ്വർഗത്തിനു വേണ്ടി വളർത്തും, എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തിൽ നന്ദിയോടെ ഓർത്ത് ഞാൻ ജീവിക്കും. അവസാനം ഈ മകളോട് പലരും പറയുമ്പോൾ ഈ മകൾ ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളുടെ ഭർത്താവ് അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. അമേരിക്കയിൽ ഭർത്താവ് പോയാൽ സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവും. അപ്പം അത് ഇവള് വീണ്ടും പറയാ, സ്വർഗത്തിൽ പോയാൽ സന്തോഷം ഉണ്ടാവോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ഭർത്താവ് സ്വർഗത്തിൽ പോയെന്ന് എനിക്ക് ഉറപ്പാണ്. അതിന് അടയാളങ്ങൾക്ക് അവൾക്ക് ഇഷ്ടം പോലെയുണ്ട്. ആ ഭർത്താവിനെ കുറിച്ചറിയാം, അവരങ്ങനെ ജീവിച്ചേ. ആ മകൾക്ക് ഉറപ്പാ, എൻ്റെ ഭർത്താവ് അമേരിക്കയിലല്ല പോയണേ, സ്വർഗത്തിലാ പോയണേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷ, പരാതിയില്ല, നിരാശയില്ല, സങ്കടമില്ല. എൻ്റെ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ മക്കളെ ഞാൻ വളർത്തും സ്വർഗത്തിന് വേണ്ടി. എന്താ കരുത്ത് മക്കളെ! ഇതാണ് നല്ല മരണത്തെ കണ്ട് സ്വർഗത്തെ കണ്ട് ജീവിച്ചാൽ. ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും മക്കൾ മരിച്ചാലും ആരൊക്കെ നഷ്ടപ്പെട്ടാലും സ്വർഗം കണ്ട്
കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ച് ജീവിക്കും. ഇതാണ് ക്രൈസ്തവൻ്റെ കരുത്ത്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ നിങ്ങൾക്കും എളുപ്പ, അച്ഛനും എളുപ്പ. പക്ഷേ ഈ പറഞ്ഞ പോലെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ അതിന് കർത്താവിൻ്റെ വലിയ ശക്തി വേണം, അഭിഷേകം വേണം, കൃപ വേണം. ആ കൃപയ്ക്ക് വേണ്ടി അല്പസമയം നമുക്ക് ഈ ആരാധനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ കരുണയ്ക്കായി, അഭിഷേകത്തിനായി, ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധന 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 ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി യേശുവേ, പരിശുദ്ധനേ, ബലവാനേ, അമർത്യനേ, ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 സ്തുതിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ഒറ്റ വിളിച്ചുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായ നല്ല ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ അവിടുത്തെ മക്കളായ ഞങ്ങളെ എപ്പോഴും അങ്ങ് വിളിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാൻ വേണ്ടിയാണല്ലോ ഞങ്ങളുടെ ജീവിതം. ഈ ഭൂമിയിൽ അങ്ങയെ സ്നേഹിച്ച്, അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങയെ ആരാധിച്ച്, അങ്ങയുടെ തിരുഹിതം പൂർത്തിയാക്കി സ്വർഗത്തിൽ എന്നും അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ ജീവിക്കാനുള്ളതാണല്ലോ ഞങ്ങളുടെ ജീവിതങ്ങൾ. ഈശോയെ, നവംബർ മാസത്തിൽ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അവരെ സമർപ്പിച്ച് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളങ്ങ് അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു.
ഈശോയെ, മരിച്ചു പോയ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ മാതാപിതാക്കള്, സഹോദരങ്ങള്, പൂർവികര്, മക്കള്, ബന്ധുമിത്രാദികള്, ഞങ്ങളുടെ സ്നേഹിതര് എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി അങ്ങ് തന്നത് അങ്ങയെ തന്നെയാണ്. അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ പാപപരിഹാര ബലി, അങ്ങ് ചിന്തിയ രക്തം, അങ്ങേറ്റ മുറിവുകൾ, ഈശോയെ, ആ ദിവ്യ കാരുണ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ മരിച്ചുപോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗ സൗഭാഗ്യത്തിനു വേണ്ടി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ശുദ്ധികരാത്മാക്കളെ, പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ശുദ്ധികരാത്മാക്കളെയും ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയത്തിലേക്ക്, നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ആഴ്ത്തിക്കൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഇരു കരങ്ങളും ഉയർത്തി എല്ലാ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ശുദ്ധികരാത്മാക്കൾക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, നന്ദി, നന്ദി, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഏറ്റെടുക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പൂർവികരെ, പ്രിയപ്പെട്ടവരെ, ഈശോയെ ഏറ്റെടുക്കണമേ, കരുണയായിരിക്കണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയണമേ. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ നീ കനിയണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ നീ കനിയണമേ. ഈശോയെ, ഒരുങ്ങാതെ മരിച്ചു പോയവര്, പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയവര്, കർത്താവേ, ഒത്തിരിയേറെ വേദനിച്ച് സഹിച്ചു മരിച്ചവര്, ചിലപ്പോഴെങ്കിലും സഹനത്തെ ചൊല്ലി പരാതിപ്പെട്ടു പോയിട്ടുണ്ട് ബലഹീനതയിൽ. ഈശോയെ, ആ മക്കൾ സഹിച്ച വേദനകള്, ആ മക്കൾ അനുഭവിച്ച ഏകാന്തതകള്, ഒറ്റപ്പെടുത്തലുകള് എല്ലാം ഞങ്ങൾ അങ്ങയുടെ കുരിശോട് ചേർത്ത് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയാൽ, അങ്ങയുടെ കുരിശുമന്ന ശക്തിയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേദനകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകള്, ഞങ്ങളുടെ ത്യാഗങ്ങള്, ഉപവാസം, ഞങ്ങളുടെ സഹനങ്ങള്, ഞങ്ങളുടെ വേദനകള് എല്ലാം കുരിശോട് ചേർത്ത് വെച്ച് ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കമില്ലാതെ പെട്ടെന്നും അപകടത്തിലുമൊക്കെ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളോട് കരുണയായിരിക്കണമേ. പ്രാർത്ഥിക്കാം മക്കളെ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, യേശുവേ, ഇവരിൽ നീ കനിയണമേ. പ്രാർത്ഥിക്കും മക്കളെ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഈശോയെ, ഇവരിൽ നീ കനിയണമേ. ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്ത് ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കള്, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കള് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ആ മക്കളുടെ വേദനയും സഹനങ്ങളും ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ വേദനകള്, ഞങ്ങളുടെ സഹനങ്ങള് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി അങ്ങയുടെ പീഡാസഹനത്തോട് ചേർത്ത്, അങ്ങയുടെ കുരിശുമരണത്തോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ സ്ഥലത്ത് ഒത്തിരിയേറെ വേദനിക്കുന്ന, ഒത്തിരിയേറെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. കരുണാമയ കനിയണമേ. ദൈവപിതാവേ,
മക്കളുടെ മേലും കരുണയായിരിക്കണമേ കർത്താവേ. ഇവരിൽ കരുണയായിരിക്കണമേ. ഈശോ കരുണാമയ കരുണ കനിയേണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേലും ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ കർത്താവേ. കരുണയായിരിക്കണമേ. ഈശോ കരുണയായിരിക്കണമേ. വിശുദ്ധീകരിക്കണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിൽ എത്തിച്ചേരണം എന്ന് അങ്ങ് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൂടിയാണല്ലോ ഈ നവംബർ മാസം ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്നത്. ഇന്ന് തിരുവചനങ്ങളിലൂടെ സ്വർഗത്തെക്കുറിച്ചുള്ള ഉന്നതമായ ചിന്തകൾ നൽകി ഒരു നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് ഞങ്ങളെ പ്രചോദിപ്പിച്ചല്ലോ. ഈ ശപിക്കപ്പെട്ട മണ്ണിൽ, ഈ ജഡമായി പോയ ശരീരത്തിൽ ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അലർന്ന സിംഹത്തെ പോലെ ഞങ്ങളുടെ ശത്രു നടക്കുമ്പോൾ ഈശോയെ, ഒരു നല്ല മരണത്തിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് അങ്ങ് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തന്നു. ഈശോയെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ, അങ്ങയെ സ്വന്തമാക്കാൻ, അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ സ്വർഗത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കർത്താവേ, ഞങ്ങൾക്ക് കൃപ വേണം, ഞങ്ങൾക്ക് ശക്തി വേണം. ഞങ്ങൾ പാവപ്പെട്ട മക്കളാ, ഞങ്ങൾ ബലഹീനരാ, ഞങ്ങൾ ദുർബലരാ, ഞങ്ങൾ നിസ്സഹായരാ. ഈശോയെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം, അങ്ങയോട് കൂടെ ജീവിക്കണം, അങ്ങയെ സ്നേഹിക്കണം. ഈശോയെ, ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥകളുണ്ട്, കാര്യങ്ങൾ അറിയാം കർത്താവേ, പക്ഷെ പലപ്പോഴും പറ്റണില്ല. ഈശോയെ, പറ്റണില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും വീണ് പോവാ. ഈശോയെ, അങ്ങയുടെ തിരുഹിത പ്രകാരം സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാപത്തെ ചെറുത്തു നിന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവേ. അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ കൃപ, അങ്ങയുടെ ജീവൻ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കരുണയിൽ പൊതിഞ്ഞുള്ള വലിയ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ, ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. എപ്പോഴും നല്ല മരണത്തിന് ഒരുക്കമുള്ളവരായിരിക്കാൻ കൃപ നൽകണമേ കർത്താവേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു യേശുവേ. പാപത്തെ സ്നേഹിപ്പാൻ യേശുവേ, ഞാനിനി പോകില്ല. എന്റെ കർത്താവേ, ദൈവത്തിൻ പൈതലായി ഈശോ, ഞാനിനി ജീവിക്കും. സ്വർഗത്തിന് വേണ്ടി തീരുമാനമെടുത്ത് പറഞ്ഞേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകില്ല യേശുവേ, ഞാനിനി പോകില്ല. എനിക്ക് അങ്ങയുടെ മോനായിട്ട് ജീവിക്കണം, ദൈവത്തിൻ സ്വർഗത്തിൽ പോകണം. പൈതലായി ഞാനിനി ജീവിക്കും. എന്റെ കർത്താവേ, അങ്ങേക്കറിയാലോ ഞങ്ങളെ ഓരോരുത്തരെയും. ആഗ്രഹിച്ചിട്ടും പൗലോസ്ലീഹ പറഞ്ഞ പോലെ നന്മ ഇച്ഛിച്ചിട്ടും തിന്മ പ്രവർത്തിച്ചു പോകുന്ന ദുർഭകരാണ് കർത്താവേ ഞങ്ങൾ. എത്രയോ തീരുമാനങ്ങളെടുത്തു, എത്രയോ വട്ടം കുമ്പസാരിച്ചു. പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പറ്റണില്ല കർത്താവേ. പത്രോസ്ലീഹ പറഞ്ഞു, കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും മുരളുന്നു, നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും തിന്നുന്നു. ഈശോയെ, പലപ്പോഴും ഞങ്ങൾ അങ്ങനെയാ. പക്ഷെ ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. കർത്താവേ, കള്ളനെ പോലെ കടന്നു വരുന്ന മരണം പെട്ടെന്ന് ഞങ്ങളെ പിടികൂടിയാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഈശോയെ, വിശുദ്ധരെ പോലെ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രാർത്ഥിക്കും മക്കളെ. ഒരു നല്ല മരണത്തിന് വേണ്ട അഭിഷേകത്തിന് വേണ്ടി, കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഈശോയെ, ഈശോയെ, ഈ ഭൂമിയിൽ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിക്കട്ടെ.
അങ്ങയുടെ സംരക്ഷണത്തിലായിരിക്കട്ടെ. എപ്പോഴും ഒരുക്കമുള്ള മക്കളായിരിക്കട്ടെ. അങ്ങ് ഇന്ന് ഞങ്ങളോട് പറഞ്ഞ പ്രകാരം ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നിർമ്മലരാക്കി കാത്തുപിടിച്ച് സ്വർഗത്തിനു വേണ്ടി നന്മയുള്ള മക്കളാക്കി മാമോദീസായാൽ മുദ്രിതമായ പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമായ വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായ ശരീരത്തിന്റെ വിശുദ്ധിയും നൈർമല്യതയും കാത്തു സൂക്ഷിക്കാൻ ഈശോയെ കൃപ തരണമേ, അഭിഷേകം തരണമേ. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ കർത്താവേ, എന്റെ മുന്നിൽ ക്രൂശതും. തീരുമാനിക്കും മക്കളെ, തീരുമാനം ചെയ്തുമേ. സ്വർഗത്തിൽ പോകണം, കർത്താവിന്റെ കൂടെ ജീവിക്കണം. ഒരൽപ്പം പോലും പിന്നിലേക്കില്ലാതെ എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുന്നിൽ ക്രൂശതും. കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിക്കും മക്കളെ. യെസ് മൈ ലോർഡ്, ചെയ്തുമേ. പിന്നിലേക്കില്ലൊരൽപ്പവും യേശുവിന്റെ പിന്നാലെ, യേശുവിന്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ വഴിയായ കർത്താവിന്റെ പിന്നാലെ കർത്താവിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കും. പിന്നിലേക്കില്ലൊരൽപ്പവും. ഈശോ പറഞ്ഞില്ലേ മക്കളെ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വഴി ഞാനാണ്. വഴി ഞാനാണ്, സത്യം ഞാനാണ്, ജീവൻ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഈശോയിൽ നിന്ന് അകലാതെ ഈശോയെ അനുഗമിച്ച് ഈശോയുടെ പിന്നാലെ നമ്മൾ ജീവിച്ചാൽ വഴിയാകുന്ന കർത്താവിലൂടെ ജീവൻ്റെ സമൃദ്ധിയിൽ, നിത്യജീവനിൽ നിശ്ചയം നമ്മൾ വാഴും. ഈശോയെ ആ ഒരു അഭിഷേകം, ഈശോയെ ആ ഒരു കൃപ, ഈശോയെ ആ ഒരു ജീവിതം അങ്ങയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ, പൗരോഹിത്യത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ ജീവിക്കട്ടെ, സഭ ജീവിക്കട്ടെ, പൗരോഹിത്യം ജീവിക്കട്ടെ, സന്യാസ ജീവിതം ജീവിക്കട്ടെ, യുവമക്കൾ ജീവിക്കട്ടെ, കുഞ്ഞുമക്കൾ ജീവിക്കട്ടെ, ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കട്ടെ. സ്വയേ ആ വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ത്യം വരെ ആ ചൂടുമതി യേശുവന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവന്റെ കൂടെ മതി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോട് ചേർന്നൊന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. മാറോട് ചേർന്നൊന്നിരുന്ന ഭയമില്ലേ. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി. വലിയ സന്തോഷത്തോടെ, യേശുവിന്റെ വലിയ സ്നേഹത്തോടെ കർത്താവേ മതി. നന്ദി പറയുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. കൃപകളെ ഓർത്ത്, നന്നാകുന്ന വഴിയെ ഓർത്ത്, ജീവനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കൾ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷക്കേന ചാനലിനെ ഓർത്ത് നന്ദി പറയാം.
ജീവൻ്റെ സുവിശേഷം, നിത്യജീവൻ്റെ വചനങ്ങൾ, സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഉന്നതമായ ശുശ്രൂഷകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകി നമ്മെ കർത്താവ് അനുഗ്രഹിക്കാൻ വലിയ തിരുമനസ്സായിക്കൊണ്ട് തിരഞ്ഞെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഷെക്കേന ചാനലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സന്തോഷ് ബ്രദറിനെ, ടീം അംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ മനസ്സാണ് മക്കളെ ഈ ശുശ്രൂഷകളിലൂടെ കർത്താവ് നമുക്ക് നിറച്ചു നൽകുന്നത്. എല്ലാത്തിനെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ചാനലിലൂടെ പൂർത്തിയാകാൻ വേണ്ട എല്ലാ സംരക്ഷണവും, എല്ലാ കൃപയും, ആത്മീയവും ഭൗതികവും എല്ലാം തലങ്ങളിലും ലഭിക്കണം. സാമ്പത്തിക മേഖല, DTHലേക്ക് നമുക്കിത് എത്തിച്ചേരണം. അങ്ങനെ ഒത്തിരിയേറെ മേഖലകളിൽ ഈ ജീവൻ്റെ വചനം, സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തണം. സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഈ ലോകത്തിൻ്റെ പാപശക്തികൾക്കെതിരെ, ലോകശക്തികൾക്കെതിരെ, സാത്താന്യ ശക്തികൾക്കെതിരെ, ലോകാരൂപിക്കെതിരെ അതിശക്തമായി പോരാടാൻ കർത്താവിൻ്റെ ഉപകരണമായിട്ട് ഷെക്കേന ചാനലിനെ കർത്താവ് കൂടുതൽ കൂടുതൽ അഭിഷേകം ചെയ്യട്ടെ. അതിനുവേണ്ടി ഒരു നിമിഷം കരങ്ങൾ ഉയർത്തുന്ന സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, നന്ദി, സ്തുതിക്കുന്ന അഭിഷേക ശക്തി നിറയട്ടെ, നിറയട്ടെ. സംരക്ഷണത്തിൽ നിറയ്ക്കണമേ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ എന്ന് അകന്ന് നിൽക്കട്ടെ. ശക്തി പ്രകടമാകട്ടെ. ആരാധന, ആരാധന, ആരാധന. സ്തുതി, 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 സ്തുതി. നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ ചൊരിഞ്ഞ കൃപകളെ ഓർത്ത്, അവിടെ നൽകിയ സന്ദേശത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ ദിവസത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ആശീർവാദ സമയത്ത് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, ശുദ്ധീകരണ ആത്മാക്കൾ, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും കർത്താവിൻ്റെ കരുണയുടെ ആഴങ്ങളിൽ അനുഗ്രഹിക്കപ്പെടണം, സംരക്ഷിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം, സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരണം. നമ്മളും അത് അനുഭവിക്കണം. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.